ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനെ പറ്റി അറിയിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, FSSAയിൽ ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നിലവിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള പരീക്ഷകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒരു പരീക്ഷ. അതായത് സാധാരണഗതിയിൽ നമ്മൾ CBT ബേസ്ഡ് അല്ലെങ്കിൽ ബബിളിംഗ് ലെവൽ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പരീക്ഷയിൽ ഒരു ഘട്ടം കൂടിയുണ്ട്. അതായത് എന്താണ്, ഇതിൽ പ്രാക്ടിക്കൽ എക്സാം കൂടിയുണ്ട്. അപ്പോൾ ആ പരീക്ഷയെ പറ്റി നിങ്ങളോട് പറയുവാനും അതിൽ അർഹതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുവാനും അത്യാവശ്യം നല്ലൊരു തസ്തികയിലേക്ക് കയറാനും പറ്റുന്ന ഒരു മേഖലയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്, രാജ്യത്ത് മുഴുവൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തമായി തന്നെ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് അത് കടക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, ഏത് രീതിയിലൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഇതിന് എലിജിബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള ക്രൈറ്റീരിയ, എന്ത് നോട്ടിഫിക്കേഷൻ വരും എന്നൊക്കെ ഉള്ളതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കൃത്യമായിട്ടൊരു ഡേറ്റ്, അതായത് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റുകൾ തന്ന ഒരു ടൈം ടേബിൾ ഇട്ടാണ് ഇതിന്റെ പരീക്ഷകൾ നടക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇടാനുള്ള ഡേറ്റുകൾ വന്നിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്നും ഈ വർഷം 2024 വിളിക്കുന്നുണ്ടെന്നും അത് 10ാമത്തെ ആണ് എന്നുള്ള രീതിയിൽ അവർ ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് മുതൽ തുടങ്ങുന്നു, ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ അതായത് FSSAI ഒഫീഷ്യലായിട്ട് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഓരോന്നായിട്ട് കിടക്കാം. എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഡേറ്റ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്? 19ാം തീയതിയാണ്. 19ാം തീയതി ഓഗസ്റ്റിനാണ് ഇതിന്റെ എന്തുണ്ടാവുന്നത്, ഇതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്, വിൻഡോ ഓപ്പൺ ആവുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ അവരുടെ സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് ആണ് ഈ 19ാം തീയതി ഓഗസ്റ്റ് 2024 എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇതിന്റെ അവസാന ആപ്ലിക്കേഷൻ കിട്ടേണ്ടുന്ന ഡേറ്റ് ആണ് അത് സെപ്റ്റംബർ 13 ആണ്. മനസ്സിലായല്ലോ, സെപ്റ്റംബർ 13 ഒത്തിരി ദിവസങ്ങളൊന്നും മറ്റുള്ള പരീക്ഷകളുടെ കൂട്ടി കിട്ടുന്നില്ല, ഒരു മാസമൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്ന് നമ്മളുടെ ശ്രദ്ധിച്ചു നോക്കണം. പിന്നെ അടുത്തതായിട്ട് അഡ്മിറ്റ് കാർഡ്, ഓൺലൈൻ CBT എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് എന്ന് വരും. അത് 4 ഒക്ടോബറിന് വരും എന്നാണ് പറയുന്നത്. 4 ഒക്ടോബറിന് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലേ എന്നാണ് അഡ്മിറ്റ് കാർഡ് വരുന്നതെന്ന് വരെ അവർ പറഞ്ഞു വരുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നായിരിക്കും, അത് 20ാം തീയതി ആയിരിക്കും. 4ാം തീയതി വന്നു കഴിഞ്ഞാൽ 20ാം തീയതി ഇതിന്റെ എക്സാം ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ്. ഇനിയും അതിന്റെ CBTയുടെ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 നവംബറിന് തന്നെ വരും. അതായത് 8ാം തീയതി നവംബറിന് ഇതിന്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. ഇനിയും ഈ അതിനുശേഷം എന്തുണ്ടാവും, ഇതിന് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്ത് എക്സാം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിന് ഈ ഒരു ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ആ ഡേറ്റ് ഓപ്പൺ ആവും. ഓൺലൈൻ പോർട്ടൽ സബ്മിറ്റ് ചെയ്യാനുള്ളത് പ്രാക്ടിക്കൽ എക്സാമിന് ഓപ്പൺ ആവുന്നത് 15 നവംബറാണ്. 15ാം തീയതി, നവംബർ 15ാം തീയതി പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും. അതിനുശേഷം എന്താണ്, ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതായത് സെപ്പറേറ്റ് 2 ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചേ പറ്റൂ. അതായത് 29 നവംബർ 2024 ഈ ലാബ് എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു ഡേറ്റ് കിട്ടുന്നത്. അതിനുശേഷം ഇതിന്റെ 13ാം തീയതി, ഡിസംബർ 13ാം തീയതി ഇതിന്റെ അഡ്മിറ്റ് കാർഡ് അവർ റിലീസ് ചെയ്യും. ഇനി പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയാണ്, അതൊരു നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. 28ാം തീയതി ഉണ്ടാവും, 29ാം തീയതി ഉണ്ടാവും, 4ാം തീയതി ഉണ്ടാവും, 5ാം തീയതി ഉണ്ടാവും. ഇത്രയും ദിവസങ്ങളിലൂടെ ആയിരിക്കും എന്താണ് ഈ ഒരു ലാബ് എക്സാം കടന്നു പോകുന്നത്. അങ്ങനെ ലാബ് എക്സാം കഴിഞ്ഞ് ഏതാണ്ട് അനൗൺസ്മെന്റ് ആണ്, റിസൾട്ട് അനൗൺസ്മെന്റ് ഏതാണ്ട് 7th ഫെബ്രുവരി ഉണ്ടാവും ഇതിന്റെ അനൗൺസ്മെന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിന്റെ സർട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എന്നത്തേക്കുണ്ടാവും, ആ ഒരു വീക്കിലോ ആ ലാസ്റ്റ് വീക്കിലോ തന്നെ ഉണ്ടാകുമെന്നാണ് ഇതിൽ പറയുന്നത്. മാർച്ചിൽ തന്നെ, അതായത് മാർച്ചിന്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും എന്നാണ് ഇവർ നോട്ടീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഒരു പരീക്ഷ തുടങ്ങുന്നത് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ഷെഡ്യൂൾഡ് ചെയ്ത് നമ്മളോട് പറയുകയാണ്. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തയ്യാറെടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു സംവിധാനം തന്നിരിക്കുന്നത്. ഇനി ഈ മാർക്കൊക്കെ ഇത് അപേക്ഷിക്കാം. ഇത് ഒഫീഷ്യലായിട്ട് സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അതായത് അവരുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും. നിലവിൽ നേരത്തെ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ഇടുകയാണ്. അതിൽ പ്രധാനമായിട്ട് കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഡയറി കെമിസ്ട്രി, ഈ ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് അഗ്രികൾച്ചർ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അടുത്തത് ആനിമൽ സയൻസ് എന്ന് പറയുന്ന മേഖലയാണ്. ഫിഷറി സയൻസ്, ബയോടെക്നോളജി, ഫുഡ് സേഫ്റ്റി, ഫുഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഡയറി ടെക്നോളജി, ഓയിൽ ടെക്നോളജി,
വെറ്റിനറി സയൻസ്, ഇത്രയും മേഖലകളിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മേഖലയ്ക്ക് നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത്തവണയും ഈ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വിൻഡോ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു സയൻസ് ആനിമൽ റിലേറ്റഡും ഫുഡ് റിലേറ്റഡുമായിട്ടുള്ള ഏത് സയൻസും എക്സ്ട്രാ കെമിസ്ട്രി കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇനി നമുക്ക് സിലബസിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് സിലബസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ട് 7 ഏരിയകളിലാണ് ഈ ഒരു സിലബസ് കടന്നു വരുന്നത്. ഫുഡ്സിന്റെ ലോയുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖല, ദെൻ പ്ലാനിങ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു മേഖല, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നൊരു മേഖല, നാലാമതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഓഫ് ഹ്യൂമൻ ന്യൂട്രീഷൻ, ഇനി ഫുഡ് കെമിസ്ട്രി, ഫുഡ് മൈക്രോബയോളജി ആൻഡ് ഫുഡ് ഹൈജീൻ, ആൻഡ് 7th എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ അനാലിസിസ്. ഇത്രയും മേഖലകളിലാണ് ഇതിന്റെ ചോദ്യം പ്രധാനമായിട്ടും വരുന്നതെന്നാണ് അവർ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസിലായിരിക്കും ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവുക. ഇതിനുശേഷം എന്തുണ്ടാവും? ഒരു പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ടാവും. ഇനി ഇതിനകത്ത് ജൂനിയർ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതിന് അവർ ഈ റിട്ടേൺ എക്സാം എഴുതണ്ട എന്ന് കൂടി അതിനകത്തൊരു പ്രത്യേക നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് പറയാനുള്ള ഇൻഫർമേഷൻ. ഇത്തരത്തിൽ യോഗ്യത ഉള്ള, അതായത് ഓപ്പണിംഗ് വിൻഡോ ഓപ്പൺ ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള മേഖലകളിൽ യോഗ്യത ഉള്ളവർക്കൊക്കെ ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. നാടിനെ മൊത്തത്തിൽ പ്രയോജനപ്പെടുന്ന, സാധാരണക്കാരന്റെ ജീവിതത്തിൽ നേരിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനായിട്ട് എന്ത് ചെയ്യുക? തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.